ഇതെനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. പക്ഷെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാൽ മേ ബി നമ്മുടെ നാട്ടിലൊരു തലമുറയെ തന്നെ, ഈ വരാൻ പോകുന്ന ജനറേഷനെ തന്നെ അത് രക്ഷിക്കും. യൂറോപ്പിലും മറ്റും ബാൻ ചെയ്ത PAFS, അതെന്നുണ്ടെങ്കിൽ ഫോറെവർ കെമിക്കൽ എന്നറിയപ്പെടുന്ന മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഫാക്ടറി ഇപ്പൊ നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാക്ടറി തുടങ്ങിയേക്കണെങ്കിൽ ഗുജറാത്തിലല്ലേ, മഹാരാഷ്ട്രയിലല്ലേ, അതിൽ കേരളത്തിൽ കിടക്കുന്ന നമുക്ക് എന്താ പ്രശ്നം? അതാണ് പ്രശ്നം. ഇതെല്ലാം നടക്കുന്നത് ഇന്ത്യയിലാണ്. ഈ ഒരു കെമിക്കൽ പല പ്രൊഡക്ട്സിലും യൂസ് ചെയ്യുന്നത് ഹീറ്റ്, ഓയിൽ, ഗ്രീസ് റെസിസ്റ്റന്റ് ആയിട്ടൊക്കെയാണ്. ഓൾറെഡി ഇതിന്റെ പ്രൊഡക്ഷൻ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഫാക്ടറി അവിടുത്തെ ജനങ്ങളുടെ പ്രൊട്ടസ്റ്റും ഗവൺമെന്റ് ഇടപെടലും കൊണ്ട് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തു. 2025-26 ടൈമിൽ FSSAI ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ ബാൻ ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സിലും മറ്റും യൂസ് ചെയ്യരുത് എന്നുള്ള ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ രത്നഗിരിയിൽ 2025 ഇത് ഓൾറെഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫുള്ളി ഫംഗ്ഷണലായിട്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിലവിൽ ഇതുപോലത്തെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസ് ട്രീറ്റ് ചെയ്യാനുള്ള യാതൊരുവിധ സിസ്റ്റോ കാര്യങ്ങളോ റെഗുലേഷൻസോ ഇല്ല. ഇതുപോലത്തെ ഫാക്ടറീസ് ഡയറക്ട്ലി ഇത് നമ്മുടെ നാട്ടിലെ പുഴയിലേക്കും മറ്റൊക്കെയാണ് ഡംപ് ചെയ്യുന്നത്. ക്യാൻസർ, ഹോർമോണൽ ഇഷ്യൂസ്, പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എഫക്റ്റീവ് ആവത്ത പോലുമില്ല. ഇത് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഫോറെവർ എന്നറിയപ്പെടുന്ന ഈ ഒരു കെമിക്കൽ അത്ര പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒന്നല്ല. ഏറെക്കുറെ 2019 കാലഘട്ടത്തിൽ ബാങ്ക്രപ്റ്റ് ആയ ഒരു ഇറ്റാലിയൻ കമ്പനിയിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ മെഷീനറീസ് എല്ലാം വാങ്ങിച്ച് മഹാരാഷ്ട്രയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2025 ഈ ഫാക്ടറി ഫുള്ളി ഫംഗ്ഷണലായി. ഇതുപോലെ തന്നെ ഗുജറാത്തിലുണ്ട് ഇങ്ങനത്തെ ഒരു പ്ലാന്റ്. ഇത് നാളെ കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഉണ്ട്. കാശുണ്ടോ, പിടിപാടുണ്ടോ, ഇവിടെ എന്തും നടക്കും. ഇതിൽ ബലിയാടാവേണ്ടി വരുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളേലും താഴെക്കിടയിൽ നിൽക്കുന്ന ഇതുപോലുള്ള ഫാക്ടറിനെയൊക്കെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന സാധാ ജനങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ അത്ര പെട്ടെന്നൊന്നും നശിപ്പിച്ചു കളയാൻ പറ്റാത്ത അത്രയും സ്ട്രോങ് കെമിക്കൽ ബോണ്ടാണ് ഈ PAFS. ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് ഒരിക്കലും കാണരുത്. വിപിൻ വേണു എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ചെയ്തൊരു വീഡിയോ നിന്നാണ് എനിക്ക് ചെറിയൊരു ഇൻഫർമേഷൻ എങ്കിലും കിട്ടിയത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ദിസ് ഈസ് സംതിങ് വെരി ഡേഞ്ചറസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കാര്യമേ അല്ല. സോ ഇപ്പോ ഒരു പ്രതിഷേധം എന്നോണം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഒരു ഇൻഫർമേഷൻ എത്തിക്കാം. നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം വരെ പോയി സപ്പോർട്ട് ചെയ്യാനും അതിനെതിരെ പ്രതിഷേധിക്കാനും നിൽക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല. ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാനിപ്പോ ഈ വീഡിയോ ഇടുന്നത് പോലും. ഇത്ര നേരം കണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക് യു.